അപ്പോൾ നമുക്ക് ആ സിമ്പിൾ ബ്രെഡ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതാണിത്. എല്ലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇനി നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മന്തി മസാലയാണ് ചേർത്തത്. നിങ്ങൾ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. കുറച്ച് തൈരും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് 4 പീസ് ബ്രെഡാട്ടോ. നിങ്ങൾ എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 4 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ വലിയുള്ളിയും അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയും കറിവേപ്പിലാണ്. 2 ഇല്ലി വെളുത്തുള്ളി ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു പാനിലേക്ക് ഇതാ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ച് മാറ്റിയെടുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാം നമ്മളിതാ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. അതേ ഓയിലിലേക്ക് ഇനി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ നമ്മുടെ വെളുത്തുള്ളിയാണ്. ആ 2 അല്ലി വെളുത്തുള്ളിയും കൂടി അതിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഇറച്ചി മസാലയും കൂടി ചേർത്ത് നമ്മൾ ഇറച്ചിയും കൂടി ഇതിൽ ചേർത്താൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആ ഫില്ലിങ്ങിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കയ്യിൽ മയോണൈസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബ്രെഡിൽ ഓരോ പീസിലും ഇട്ട് ഓരോ സ്പൂൺ വെച്ച് മറ്റൊരു ബ്രെഡും കൊണ്ട് കവർ ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കമൻറ്റുകൾ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.